മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫേസ് 6-ലെ ആദ്യത്തെ മൂവിയായ ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. MCUവിന്റെ മെയിൻ യൂണിവേഴ്സ് ആയ എർത്ത് 616-ലല്ല ഈ സിനിമയുടെ കഥ നടക്കുന്നത്. ഈ സിനിമയുടെ കഥ നടക്കുന്നത് എർത്ത് 828-ലാണ്. ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിനെ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ ടീമിലെ ഓരോ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത് ജാക്ക് കിർബിയും സ്റ്റാൻലിയും ചേർന്നാണ്. ഈ സിനിമയിലെ യൂണിവേഴ്സ് ആയ എർത്ത് 828-ന് ഒരു പ്രത്യേകതയുണ്ട്. എർത്ത് 828-ലെ 828 എന്നത് ജാക്ക് കിർബിയുടെ ജനന തീയതിയും മാസവുമാണ്. സോ ഇവിടെ ജാക്ക് കിർബി എന്ന ക്രിയേറ്ററിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയാകാം ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിനെ എർത്ത് 828 എന്ന് വിളിക്കുന്നത്. ഇത് ചെറിയൊരു ഫാക്റ്റ് ആണ്, റിവ്യൂവിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. നേരത്തെ നമ്മൾ 3 ഫാന്റാസ്റ്റിക് ഫോർ മൂവീസ് കണ്ടിട്ടുണ്ട്. 2005-ൽ പുറത്തിറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ, 2007-ൽ പുറത്തിറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ റൈസ് ഓഫ് ദ സിൽവർ സർഫർ, പിന്നെ 2015-ൽ പുറത്തിറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ. സോ ഈ പറഞ്ഞ മൂവീസിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ എൻഗേജിങ്ങും മാത്രമല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതും ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ്. ഈ സിനിമയിൽ ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഒറിജിനും മറ്റു കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല. എന്നാൽ പകരം അവരുടെ ഒറിജിനും പവേഴ്സും എബിലിറ്റീസും ഒക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിന് പവേഴ്സ് ഒക്കെ ലഭിച്ച് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. ഒരു ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സ് ആയ എർത്ത് 828-ലാണ് ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ കഥ നടക്കുന്നത് കൊണ്ട് തന്നെ ആ യൂണിവേഴ്സ് മൊത്തത്തിൽ ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് കാണാൻ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മറ്റു മൂവീസ് ഒന്നും കാണേണ്ട യാതൊരു കാര്യവുമില്ല. MCUവിലെ മറ്റു മൂവീസുമായിട്ട് യാതൊരു കണക്ഷനും ഈ സിനിമയ്ക്കില്ല. പിന്നെ ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീം എന്താണെന്നും അവരാരൊക്കെയാണെന്നും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ ഫാന്റാസ്റ്റിക് ഫോർ മൂവീസ് ഒക്കെ കാണാം. ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിനെ പറ്റി എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. വെറും 4 പേരടങ്ങുന്ന ഒരു ടീം. റീഡ് റിച്ചാർഡ്സ് അഥവാ മിസ്റ്റർ ഫാന്റാസ്റ്റിക്, സ്യൂ സ്റ്റോം അഥവാ ഇൻവിസിബിൾ വുമൺ, ബെൻ ഗ്രിം അഥവാ ദ തിങ്, ജോണി സ്റ്റോം അഥവാ ഹ്യൂമൻ ടോർച്ച്, ഇവരൊക്കെയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിലെ മെമ്പേഴ്സ്. സത്യത്തിൽ അവരൊരു ഫാമിലിയാണ്. സോ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ദ ഫാന്റാസ്റ്റിക് ഫോർ എന്ന ടീമിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കോർഡിനേഷൻ ആണ്. ഏതാപത്തിലും അവർ ഒറ്റക്കെട്ടാണ്. ഈ സിനിമ കാണുന്ന ഓരോ നിമിഷവും നമ്മളും ആ ഒരു ടീമിലെ അംഗമാണോ എന്ന് തോന്നിപ്പോകും. റീഡ് റിച്ചാർഡ്സ് അഥവാ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ആയിട്ട് വേഷമിട്ടത് പെഡ്രോ പാസ്കൽ ആണ്. അതേപോലെ സ്യൂ സ്റ്റോം ആയിട്ട് വേഷമിട്ടത് വനേസ കിർബിയും, ജോണി സ്റ്റോം ആയിട്ട് വേഷമിട്ടത് ജോസഫ് ക്യുന്നും, ബെൻ ഗ്രിം അഥവാ ദ തിങ് ആയിട്ട് വേഷമിട്ടത് ഇബോൺ മോസുമാണ്. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിലെ പ്രധാനപ്പെട്ട വില്ലൻ ഗലാക്ടസ് ആണ്. ഗലാക്ടസ് അറിയപ്പെടുന്നത് ദ ഡിവോറർ ഓഫ് വേൾഡ്സ് എന്നാണ്. നമുക്ക് നന്നായിട്ട് വിശക്കുമ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കുന്ന പോലെ നമ്മുടെ ഗലാക്ടസ് കഴിക്കുന്നത് പ്ലാനറ്റുകളെയാണ്. കാരണം അത്രമാത്രം കോസ്മിക് എനർജി വേണം ഗലാക്ടസിന് നിലനിൽക്കാൻ. സോ അങ്ങനെ ഗലാക്ടസ് എർത്തിനെ ഭക്ഷിക്കാൻ വരുന്നതും ഗലാക്ടസിൽ നിന്ന് ദ ഫാന്റാസ്റ്റിക് ഫോർ എർത്തിനെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന മൂവിയുടെ പ്രധാന പ്ലോട്ട്. സത്യത്തിൽ ആ ഒരു കാരണം കൊണ്ട് മാത്രമല്ല ഗലാക്ടസ് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നത്. ഗലാക്ടസിന് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെപ്പറ്റി പറഞ്ഞാൽ സ്പോയിലർ ആയി പോകാൻ ചാൻസ് ഒരുപാടാണ്. എന്തായാലും ഗലാക്ടസിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഗലാക്ടസ്. ഒരു പക്ക കോമിക് ആക്യുറേറ്റ് ഗലാക്ടസ് എന്നൊക്കെ ഈ ഒരു ഗലാക്ടസിനെ നമുക്ക് വിശേഷിപ്പിക്കാം. റാൽഫ് ഫെനീസൺ ആണ് ഗലാക്ടസ് ആയിട്ട് വേഷമിട്ടത്. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു ക്യാരക്ടറാണ് ഷാലബാൽ എന്ന സിൽവർ സർഫർ. ഒരു പക്ഷേ ആ ഒരു ക്യാരക്ടർ ഫീമെയിൽ ആയതുകൊണ്ടാകാം എല്ലാവരും വിമർശിച്ചത്. എന്നാൽ വിമർശിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി മാർവൽ കോമിക്സിൽ ഷാലബാൽ എന്ന സിൽവർ സർഫർ ഉണ്ട്. ഒറിജിനൽ സിൽവർ സർഫറായ, അതായത് നമുക്കൊക്കെ ഏറെ അറിയാവുന്ന സിൽവർ സർഫറായ നോറിൻ റാഡിന്റെ ലവ് ഇൻട്രസ്റ്റ് ആണ് ഷാലബാൽ എന്ന സിൽവർ സർഫർ. ഗലാക്ടസിനെ മാത്രമല്ല ഷാലബാൽ എന്ന ക്യാരക്ടറിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗലാക്ടസിന്റെ ഒറിജിനും പവേഴ്സും ഒക്കെ എന്താണെന്നൊക്കെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂവെങ്കിലും ഷാലബാൽ എന്ന ക്യാരക്ടറിന്റെ ഒറിജിൻ ചെറുതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സിനിമയിലെ VFX, CGI പിന്നെ ആക്ഷൻ സീക്വൻസുകളെല്ലാം അതിഗംഭീരമായിരുന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് എർത്തിന് വെളിയിലോട്ടൊക്കെ കാണിക്കുന്ന പല ഷോട്ടുകളും കണ്ണിന് കുളിർമയേകുന്ന വിധത്തിലാണ് അവർ കാണിച്ചിട്ടുള്ളത്. പിന്നെ പടം 3D ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. തുടക്കം മുതൽക്കേ തന്നെ വളരെ റഷ് ആയിട്ടാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. 1 മണിക്കൂർ 55 മിനിറ്റ് മാത്രമാണ് ഈ സിനിമയുടെ റൺ ടൈം എങ്കിലും ഒരിക്കലും ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന മൂവിയുടെ ആസ്വാദനത്തെ അത് മോശമായിട്ട് ബാധിക്കുന്നില്ല. എന്തായാലും എല്ലാം കൊണ്ടും ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി പലരും ഈ സിനിമ പ്രധാനമായിട്ട് കാണാനുള്ള കാരണം തണ്ടർബോൾട്സ് എന്ന മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്.
എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഫാന്റാസ്റ്റിക് ഫോറിന്റെ സ്പേസ് ഷിപ്പ് എത്തുന്നതായിട്ടും അതെന്താണെന്ന് അറിയാൻ തണ്ടർബോൾസ് തയ്യാറാകുന്നതുമൊക്കെയാണ് തണ്ടർബോൾസ് എന്ന മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മൾ കണ്ടത്. എന്ത് കാരണത്താലാകാം ഫാന്റാസ്റ്റിക് ഫോർ എർത്ത് 616ലേക്ക് എത്തുന്നത്? ഗലാക്ടസ് എർത്ത് 828 നശിപ്പിച്ചോ? അതോ ഡോക്ടർ ഡൂം ആണോ ഫാന്റാസ്റ്റിക് ഫോറിന്റെ വരവിന് കാരണം എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വന്നതാകാം. അതിന്റെയൊക്കെ ഉത്തരം തേടിയാണ് ഞാനും ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് കാണാൻ പോയത്. ആക്ച്വലി അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയില്ല. അതെന്നെ വളരെയധികം നിരാശപ്പെടുത്തി എന്ന് പറയാം. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ അവസാനം 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്. ഒരെണ്ണം വളരെ പ്രധാനപ്പെട്ടതും മറ്റൊന്ന് അത്ര കാര്യമാക്കേണ്ട ഒന്നല്ല എന്നും പറയാം. ഓവറോൾ നോക്കുവാണെങ്കിൽ ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചത്. മാർവൽ സ്റ്റുഡിയോസിന്റെ ഒരു സമയത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പടം ഇറങ്ങിയാൽ അത് ഹിറ്റായാൽ അടുത്തത് ഫ്ലോപ്പ് ആവും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ പാറ്റേണിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് 2025 പുറത്തിറങ്ങിയ തണ്ടർബോൾസിനും ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിനും വളരെ നല്ല റെസ്പോൺസ് ലഭിക്കുന്നത്. എന്തായാലും മാർവൽ സ്റ്റുഡിയോസ് പഴയ ട്രാക്കിലേക്ക് എത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഗൈസ്, ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന ഈ മൂവി നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.